2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. കരുവാരകുണ്ട് UDF ഭരണസമിതിയുടെ മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതി ഭൂമാഫിയയ്ക്ക് വേണ്ടിയാണെന്ന് CPM. ഗ്രാമപഞ്ചായത്തിന് പൂർണ്ണമായും വിട്ടുകിട്ടാത്ത ഭൂമിയിൽ പൊതുഫണ്ട് ഉപയോഗിച്ച് ഒരു നിർമ്മാണവും അനുവദിക്കില്ലെന്ന് ലോക്കൽ സെക്രട്ടറി KK ജെയിംസ്, AK സജാദ് ഹുസൈൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഡ് സ്കൂൾ കെട്ടിടത്തിന് സ്ഥലമെടുത്തതും ശിലാസ്ഥാപനം നടത്തിയതും ജനകീയ കമ്മിറ്റിയാണ്. എഞ്ചിനീയറിംഗ് വിഭാഗം അനുമതിയും ലഭിച്ചതാണ്. അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്ന കോൺഗ്രസ്, ലീഗ്, ബഡ് സ്കൂൾ PTA പ്രതിനിധികൾ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമാണുള്ളത്. കേര കർഷകർക്കുള്ള വളം വാങ്ങിയത് കേര സമിതിയെയും കാർഷിക വികസന സമിതിയെയും അറിയിക്കാതെ തിരക്കിട്ടാണ്. അളവിലും വിലയിലും അഴിമതിയുണ്ടെന്ന് പരാതി വന്നപ്പോൾ അത് ഉദ്യോഗസ്ഥരുടെയും സമിതി സെക്രട്ടറിയുടെയും തലയിലിടുകയാണ് ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റേത് പദവിക്ക് നിരക്കാത്ത സംസാരമാണെന്നും പാർട്ടി സമരങ്ങളെ അവഹേളിക്കുന്ന നയം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. TM രാജു, മഠത്തിൽ ലത്തീഫ്, നുഹ്മാൻ പാറമ്മൽ, VC ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. VD സതീശന്റെ ഈ സർക്കാർ അധികാരമേറ്റിട്ട് 3 മാസത്തിനിടയിൽ ജനദ്രോഹകരമായ ഒട്ടേറെ കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം. ഓരോ ദിവസവും സമരം ചെയ്യാനുള്ള സാഹചര്യമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തലാക്കി കളഞ്ഞു. ഇപ്പോൾ അറിയാം, ക്ഷേമ പെൻഷൻ 65 ലക്ഷം ആളുകൾക്ക് വീടുകളിൽ കൊണ്ടു കൊടുത്തിരുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയിലപ്പുറം നിരാലംബരായ പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊണ്ടിരുന്ന പെൻഷൻ, ആ പരിപാടി നിർത്തലാക്കുന്നു. 5.5 ലക്ഷം ആളുകൾക്ക് കയറി കിടക്കാൻ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച ലൈഫ് ഭവന പദ്ധതി നിർത്തലാക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർത്തലാക്കുക എന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടെ എടുക്കുന്ന ചില നിലപാടുകൾ. ഇപ്പം ഇവിടെ ഒരു സമരമൊപ്പം നടന്നു. റോഡുകൾ ഇവർ അധികാരത്തിൽ കയറിയാൽ 100 ദിവസം കൊണ്ട് എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഭരണത്തിൽ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. തൂവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ള അവരുടെ ഭാര്യയുടെ ഭൂമിയാണ് നമ്മളത് 35 സെൻറ്റ് സ്ഥലം നമ്മൾ വാങ്ങുന്നത്. പിന്നെ അവിടുത്തെ ഒരു വിഷയം വരുന്നത്, അവിടുത്തെ ചില ആളുകൾ ഒരു സംഘടനയുടെ പേരിൽ, ആ സംഘടനയുടെ പേര് തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ഇവിടുത്തെ UDFൻ്റെ, മുസ്ലിം ലീഗിൻ്റെ ആയിക്കൊള്ളട്ടെ, കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ, അവരൊക്കെ തലപ്പത്ത് ചില സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. ന്യൂസ് ബ്യൂറോ, കരുവാരകുണ്ട്.